ഓ, എന്റെ സന്ദീപ്, ഒന്ന് നിർത്തടാ നിന്റെ ഈ ഒടുക്കത്തെ കുടി. സമയം എത്രയായെന്ന് അറിയോടാ എന്റെ പൊന്നെ. പോകണ്ടടാ നിനക്ക്. കേടൊന്ന് ചാകാതെ എന്റെ പെണ്ണെ. നീ ആ ജാഡാനിയന്റെ ബാക്കിയൂടെ ഇങ്ങോട്ട് എന്തേ നീ മതിയാക്കിയ മതി. തന്നെ ഇരുന്ന് പോയിക്കാതെ ആ സിഗരറ്റ് ഒന്നും കത്തിച്ച് ഇങ്ങോട്ട് വന്ന് വെച്ച് താടി കൊന്നെ. എന്ത് പറ്റി നിനക്ക്? ഇപ്പൊ ഒരു തിടുക്കം? അതോ നിന്റെ പുന്നാര സുധിയേട്ടൻ മറ്റു പലർക്കും സമയം കൊടുത്തോടി? നീ ഇന്ന് വാടി, പൊളക്കാതെടി. ഇതെന്തൊരു പരാക്രമാണത്. ഓ, ഇങ്ങനെ ഉണ്ടോ ചക്ക ഒരു ആർത്തി? പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത പോലെ. ഇന്നത്തെ അടക്കം ഇത് എത്രാമത്തെ തവണയാണെന്നറിയോ മണിക്കൂറുകൾക്ക് വില കൊടുത്ത് നീ എന്റെ അടുത്ത് വന്നിരിക്കുന്ന. നീ ഒന്ന് പോവെന്റെ പെണ്ണെ. നീ ഒരു കടലല്ലേ, കാറും കോളും ചുഴിയും നിറഞ്ഞ കടൽ. എത്ര സഞ്ചരിച്ചാലും തീരം കാണാത്ത യാത്രയല്ലേ ഇതെന്റെ മോളെ. ഒന്ന് പോടാ. അവന്റെ അമ്മയുടെ ഒരു യാത്ര മണ്ണാൻ കട്ട. കെട്ടി 2 കൊച്ചുങ്ങളുടെ തന്തയാ. എന്നിട്ടും പുന്നാരത്തിനും ഒരു കുറവുമില്ല. അവറ്റകൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ എന്റെ ഈശ്വരാ? നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ പൊന്നു മോളെ, നീ ഒരു ഒന്നൊന്നര ഐറ്റമല്ലേ. അസാമാന്യ വിപണന സാധ്യതയുണ്ട് നിന്റെ ഈ കാണുന്ന ശരീരത്തിന്. അതാ നാറി നിന്റെ സുധിയേട്ടുണ്ടല്ലോ, അവനത് നന്നായിട്ടറിയാം. ഹലോ ഹലോ മഞ്ജു. ഹലോ സുധിയേട്ടാ. എന്താ കഴിഞ്ഞില്ലേ? നീ ഒന്ന് വേഗം ഫ്രഷ് ആവും, മറ്റൊരാൾ കൂടി കാത്തിരിക്കുന്നു. ഓ, ഇന്നിന് വേണ്ട സുധിയേട്ടാ, എനിക്കെന്തോ വല്ലാത്തൊരു ക്ഷീണം. എടി ഞാൻ സുഡാനിയാ, പൂത്ത കാശുമായിട്ട് അവന്റെ വരവ്. പറ്റില്ലെന്നല്ലേ പറഞ്ഞ്. എന്നെ കൊണ്ട് വയ്യ സുധിയേട്ടാ. ഇന്നിപ്പോ തന്നെ ഇത് എത്ര പേരായിന്നറിയോ? ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ. എല്ലാം നുറുങ്ങുന്ന വേദനയാ. മാത്രമല്ല ആ പഴട്ട സുഡാനിയുടെ വായ്നാറ്റ് ഓർക്കുമ്പോ എന്റെ അമ്മോ ഛർദിക്കാൻ വരുന്നു. നീ പറഞ്ഞത് കേട്ടാ മതി എന്റെ പൊന്നു മോളെ. നിന്റെ ഈ തൊലിവെളുപ്പ് സൗന്ദര്യമൊന്നും അധികാരം ഉണ്ടാവില്ല. എല്ലും ചണ്ടിയും ആവുമ്പോ ഒരുത്തരും നിന്നെ തേടി വരില്ല. വേഗം റെഡിയാവാൻ നോക്കാം. ഏടാ സന്ദീപ്, ഒന്ന് വേഗം ഇറങ്ങടാ. വേറൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്. എന്താടത്? പറഞ്ഞതിലും കുറവോ? ഇന്ന് ഇത്ര മതി. മുഴുവൻ എടുക്കണ. എടാ ഇച്ചി, ഇതിലെങ്കിലും പിശുക്കതരം കാണിക്കാതിരുന്നൂടെടാ. അത് മുഴുവനും താടങ്ങ്. എന്റെ പൊന്നെ, അത് എടുക്ക്. പോക്കറ്റിൽ നിന്ന് കൈയെടുക്കടി. അത് താ. ഇത് മതി. തരാൻ പറഞ്ഞില്ലേ? ഒന്ന് വേഗം ഇറങ്ങടാ. ടാക്സിക്കുള്ള പൈസ ബാക്കി താടി. ഇവിടെ
ഓക്കെ പൊട്ടടി. Oh, Salam dear. Beauty beast. Hello, my dear. Hey, come. എന്തൊരു വൃത്തികെട്ട മണമായി പരട്ടയ്ക്ക്. ഉഫ്, നനയില്ല, കുളിയില്ല. ശാപം. Oh, my darling. क्या चीज है तुम? Thank you. പാതി വിരിഞ്ഞോരു പൂമൊട്ടു ഞാൻ എന്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി. ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെന്റെ ഓരോ ദലവും ഒഴിഞ്ഞു പോയി. കരിമ്പേളുകൾ മുത്തി മുത്തി കുടിക്കുവാൻ വെറുതെ ജനിച്ചതോ പെൺമൊട്ടുകൾ. കരിമുള്ള കൽപ്പിട കരിമഴച്ചു എത്ര കുളിച്ചിട്ടും ഈ വിയർപ്പിന്റെ ഗന്ധം പോകുന്നില്ലല്ലോ. അതെങ്ങനെയാ? എത്രയോ പേർ ഓടിക്കയറുന്ന ശരീര. ഓരോ ദിവസവും പലർക്കായി വാതിൽ തുറന്നു കൊടുക്കുമ്പോഴും എന്റെ ഹൃദയമിടിപ്പ് വല്ലാണ്ട് കൂടിക്കൊണ്ടിരിക്കുക. ഇനിയെങ്കിലും എനിക്കിതൊന്നും നിർത്തണം. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തി എന്റെ സുധിയേട്ടന് വിവാഹം കഴിച്ച് ഒരു സാധാരണ വീട്ടമ്മയാകണം എനിക്ക്. അതിനു വേണ്ടിയല്ലേ ഞാൻ ഇത്രയും സഹിച്ചത്, ഇത്രയും കാത്തിരുന്നത്. ഹലോ ചേച്ചി, എന്താടി മോളെ? ചേച്ചി അറിഞ്ഞ സുധിയേട്ടന്റെ കല്യാണം നിശ്ചയിച്ചു. എന്താ നീ പറഞ്ഞ? ഒരു വലിയ പണക്കാര് BS പെണ്ണ്. ചുമ്മാ നുണ പറയാതെ പെണ്ണെ. ഞാൻ എന്തിനു നുണ പറയുന്നത് ചേച്ചി? നിശ്ചയമൊക്കെ അടിപൊളിയായിരുന്നു. വെച്ചിട്ട് പോടി വെറുതെ മനുഷ്യനെ. ഹലോ സുധേട്ടാ. ഹലോ. ആ അഞ്ജു, എന്താടി പാതിരാത്രിയില്? സുധേട്ടാ, ഞാൻ കേട്ടത് സത്യാണോ? എന്ത് കേട്ടു? സുധേട്ടന്റെ കല്യാണം ഉറപ്പിച്ചോ? ആ അത് പിന്നെ മഞ്ജു, നീ അങ്ങ് ക്ഷമിക്കും. നീ അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. അതാ പറയാതിരുന്നു. നല്ലൊരു ബന്ധമാണ്. കുവൈറ്റിൽ നേഴ്സ്, നല്ല ശമ്പളവും. വീട്ടുകാരൊക്കെ കൂടി അങ്ങ് നിർബന്ധിച്ചപ്പോ ഞാനതങ്ങ് സമ്മതിച്ചു. അപ്പോ ദൈവങ്ങളെ സാക്ഷിയാക്കി എനിക്ക് തന്ന വാക്കോ? വാക്കോ? പൊട്ടി, നീ അതൊക്കെ ഇപ്പോഴും ഓർത്തു വെച്ചിരിക്കുന്നു. ഇന്നല്ലാതെ സുധേട്ടന്റെ ആരൊറ്റ വാക്കാ എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അത് തകർന്നാ പിന്നെ ഞാനില്ല സുധേട്ട. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല സുധേട്ട, ഈ കല്യാണം നടക്കില്ല. ഇത് നടക്കില്ല സുധേട്ട. പിന്നെ നിന്റെ സമ്മതം ആർക്ക് വേണടി? ദിവസം കുറഞ്ഞത് അരടക്കര ആളുകൾ കയറി ഇറങ്ങുന്നുണ്ടല്ലോ നിന്റെ ആ ശരീരത്തെ. ആർക്ക് വേണം? എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. ഇതുവരെ നീ എത്ര പേരുടെ കൂടെ കിടന്നിട്ടുണ്ടാവും? 500, അത് 1000? കേപിടിച്ച് സമ്മതിക്കില്ല പോലും. മതി, ഒന്ന് നിർത്ത് നിങ്ങളുടെ പൂലയാട്ടം. ഇതിൽ കൂടുതലൊന്നും കേൾക്കാൻ എന്നെ കൊണ്ടാവില്ല സുധിയേട്ട, എന്നെ കൊണ്ടാവില്ല.
ഞാനിപ്പോ വെറും ചരക്ക്. പണം നിറച്ച ഒരു ATM മാത്രായിരുന്നു സുധിയേട്ടന് ഞാൻ. എന്റെ ശരീരം വിറ്റ് ഊറി നോക്കിയ ചെകുത്താനായിരുന്നു സുധിയേട്ടൻ. അവനിപ്പോ കല്യാണം കഴിക്കണം പോലും, അതും ആരും മണക്കാത്ത വിലപിടിപ്പുള്ള ഒന്നിനെ. എന്തൊരു മായ കാഴ്ചകളാ. ഇവരെല്ലാം ഏതൊക്കെ നാട്ടുകാർ, ഭാഷക്കാർ. എന്നാലും അവരെല്ലാം അവനവന് വേണ്ടി സ്വയം മറന്നലയുന്നു. പക്ഷെ ഞാൻ ഇത്രയും കാലം ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഇതുവരെ കാണാത്ത പലതും ഇപ്പൊ ഞാൻ കാണുന്നു. കാമം തീർക്കാൻ പണം മുടക്കിയെത്തിയ ഭ്രാന്തന്മാർ മാത്രം ഇവിടെ വന്നുപോയി. അതിനപ്പുറം ഒരാളെയും ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. എത്ര മണൽത്തരിയെ കവർന്നിട്ട് തീരം അതേപോലെ ശൂന്യം. കിട്ടിയില്ലെങ്കിൽ പിന്നെ സ്നേഹത്തിന് എന്തു വിലയാ? ഹലോ ഹലോ, സുധിയേട്ടാ. എന്താ മഞ്ജു? സുധിയേട്ടാ, ഞാൻ നല്ലോണം ആലോചിച്ചു. ഞാൻ ആലോചിച്ചപ്പോ നമ്മൾ പിരിയുന്നത് തന്നെയാ നല്ലതെന്ന് എനിക്കും തോന്നി. നിനക്കെന്താ നല്ല ബോധം വന്നോ? ഇനി എനിക്ക് ഒരു കസ്റ്റമറും വേണ്ട. ഇന്ന് ഞാനും സുധിയേട്ടന് മാത്രം. അതെന്റെ ഒരു ആഗ്രഹം സുധിയേട്ടാ. അതെങ്കിലും എനിക്ക് സാധിച്ചു തരില്ലേ? അതിനെന്താടി പൊണ്ണേ, തീർച്ചയായും ഞാനിതാ എത്തി. ഓക്കെ ഓക്കെ. तू चीज बड़ी है मस्त मस्त, तू चीज बड़ी है मस्त. ഇവിടെ ഇത്ര പെട്ടെന്ന് ഒഴിവാകുമെന്ന് ഞാൻ കരുതിയേയില്ല. ഭാഗ്യം, കാര്യം പൊട്ടിയ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ച് ഇക്കണ്ട പണി അത്രയും ചെയ്തത്. അതുകൊണ്ടെന്താ, ഞാനും എന്റെ കുടുംബവും രക്ഷപ്പെട്ടു. മഞ്ജു, ദാ ഞാൻ എത്തി. മഞ്ജു. സുധിയേട്ടാ, വാ സുധിയേട്ടാ. ഷൂ നഴിക്കട്ടെ. പയ്യേ. സുധിയേട്ടൻ മറ്റൊരാളുടേതാകാൻ പോവല്ലേ? എനിക്ക് ഓർക്കാൻ ഇതൊക്കെയല്ലേ ഉള്ളൂ സുധിയേട്ടാ. ഇവിടെ വന്നിരിക്കും, എന്റെ അടുത്തിരിക്കും സുധിയേട്ടാ. പറയടി സുധിയേട്ടാ. സുധിയേട്ട ഓർക്കുന്നുണ്ടോ നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ട ദിവസം? ഓർക്കുന്നു. എന്നാലും നീ അതൊന്നുകൂടി പറയണേ. ഞാനന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ ഒരു ദിവസം സ്കൂള് വിട്ട് വന്ന എനിക്ക് 4ആയി മടക്കിയ ഒരു ചിത്രം മലയാളം പാഠപുസ്തകത്തിൽ വെച്ച് തന്നു. എന്നിട്ട് ആരോടും പറയരുത്,
ആരെയും കാണിക്കരുതെന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ കള്ള? ഒന്നുകൂടി പറഞ്ഞിരുന്നു, നോക്കിയിട്ട് ചിത്രം കീറിക്കളയണമെന്ന്. അത് മാത്രം. എന്നിട്ട് അവിടുന്ന് ഒരു ഒറ്റ ഓട്ടം. അത് മറന്നു എന്റെ പൊന്നെ. അത് പോട്ടെ, എന്നിട്ട് നീ ആ കടലാസ് നിവർത്തി നോക്കിയിരുന്നോ? നോക്കി കണ്ടതോ നഗ്നരായ ഒരു സ്ത്രീയും പുരുഷനും ആലിംഗനബദ്ധരായി നിൽക്കുന്നു. ശോ, ഞാൻ അപ്പൊ തന്നെ അത് കീറിക്കളഞ്ഞു. അന്ന് സുധിയേട്ടനോട് എനിക്ക് തോന്നിയൊരു ദേഷ്യമുണ്ടല്ലോ. പക്ഷെ ആ ദേഷ്യം എപ്പോഴോ മാഞ്ഞുപോയി സുധിയേട്ട. നിനക്ക് അത്രക്കിഷ്ടായോ എന്നെ മഞ്ജു? താഴപ്പള്ളി പരദേവതാ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ അന്നാ ഞാൻ ആകെയായിട്ട് താലയേന്തിയത്. അന്ന് കൂട്ടുകാർക്കൊപ്പം താലയേന്തുമ്പോ എന്റെ മനസ്സ് ഭക്തിസാന്ദ്രായിരുന്നു. ദേവി ദേവി എന്ന് മാത്രായിരുന്നു അന്നെന്റെ മനസ്സിൽ. പക്ഷെ അതെല്ലാം ഇപ്പോ കൈമോശം വന്നിരിക്കുന്നു. 33 കോടി ദൈവങ്ങളുള്ള ഈ പ്രപഞ്ചത്തില് എന്റെ മുറിയിൽ ഒരു ദൈവത്തിന്റെ ചിത്രം പോലുമില്ല. കാരണം ദൈവത്തെ കാണിച്ചുകൊണ്ട് തെറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട. എല്ലാം അറിയുന്ന ദൈവങ്ങൾ എന്നോട് പൊറുക്കട്ടെ, അല്ലേ സുധിയേട്ട? കളയടി നിന്റെ ഒരു ഫിലോസഫി. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ സുധിയേട്ടൻ എന്നെ ഇങ്ങനൊക്കെ ആക്കി, അതിലെ സത്യം. എന്താ മഞ്ജു നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിന്നെ എന്താക്കിയെന്ന്? അതിന് മാത്രം നിനക്കിപ്പോൾ എന്തു പറ്റിയെന്ന്? എന്തു പറ്റിയെന്ന് അല്ലടാ. എടാ സുധീറെ, തന്തയ്ക്ക് പറക്കാത്തവനെ, ഒരു സാധാ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്ന നീ സ്ഥിരമായി പോകുന്ന ബാർ റെസ്റ്റോറന്റിലെ പെണ്ണുങ്ങളെ കണ്ട് സിരയ്ക്ക് ചൂടും പിടിച്ച് അവളുമാരുടെ ചൂടും ചൂരും അറിഞ്ഞു. എന്നിട്ട് ഈ പേക്കൂത്തുകളൊക്കെ നീ എന്നെ കൊണ്ട് അടിച്ചു. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് നിന്റെ കീശ വീർത്തപ്പോ നീ മറന്നല്ലേ എന്നെ? എന്താണ് ഇത്? എന്റെ അഴകും ആരോഗ്യം കൊള്ളയടിച്ചിട്ട് നീ ഇപ്പൊ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ? എങ്കി മോനെ, നിനക്ക് തെറ്റി. നീ അന്ന് ഗ്രാമത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ആ എട്ടും പൊട്ടും തിരിയാത്ത പൊട്ടിപ്പെണ്ണല്ലടാ ഞാനിപ്പോ. നിന്നെ പോലുള്ള കഴുകന്മാരുടെ പുതിയ സൃഷ്ടി. നിന്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാ ഒന്നാം തരം വേശ്യ. അപ്പോൾ നീ നിന്റെ ശരീരം പണയം വെച്ചതിന് ഞാനാണ് ഉത്തരവാദി. പറയടി. നീ മാത്രമല്ല എനിക്ക് വേണ്ടി പണിയെടുക്കുന്നത്. നിന്നെക്കാട്ടിലും അഴകും തൊലിവെളുപ്പമുള്ള ഒരുപാട് പേർ ഇന്ന് എന്റെ കസ്റ്റഡിയിലുണ്ട്. അറിയാമോടി നിനക്ക്? പറയടാ, പറയാം. നിനക്ക് പെണ്ണുങ്ങളെ വിറ്റ് കാശ് വരുന്ന പണിയാണെന്ന് എനിക്കിപ്പം നന്നായിട്ട് അറിയാം. പക്ഷെ അതറിയാൻ ഞാനിത്തിരി വൈകിയെന്ന് മാത്രം. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ കൂടെ ഞാൻ ഇവിടം വരെ വരുമായിരുന്നടാ പന്ന കഴിവേറി. ഒരു പുണ്യവതി. ആയിരക്കണക്കിന് പേരുടെ കൂടെ കിടന്നപ്പോഴൊന്നും തോന്നാത്ത ആ ഒരു ഉളുപ്പ് നിനക്കിപ്പോ എവിടുന്ന് വന്നടി? എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ നിനക്ക് എന്ത് അധികാരാടാ? ഞാൻ നിന്നെ സ്നേഹിച്ചെന്റെ ഒരൊറ്റ തെറ്റ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ സ്നേഹം ഉപയോഗിച്ച് നീ എന്നെ ചൂഷണം ചെയ്തു. എന്നിട്ടിപ്പോ ഞാൻ നിനക്ക് ആരുമല്ലതായി. അതെടി, നീ എനിക്ക് ആരുമല്ല. എന്റെ വലയിലെ അനേക പെണ്ണുങ്ങളിൽ ഒരാൾ മാത്രം. ആവശ്യം കഴിയുമ്പോ ദൂരെ വലിച്ച് കളയില്ലേ നമ്മൾ ചിലതിനെ? അതുപോലെ ഒരു പാഴ് വസ്തു അടങ്ങിയിരിക്കുന്നു. അതെ, ഈ ഭൂമി നിന്റെ ആവശ്യം കഴിഞ്ഞു. ഈ ഭൂമി ശരിക്കൊരു പാഴ് വസ്തുവാണ്.
ഇനി ഒരു പെണ്ണിനും എന്റെ ഗതി ഉണ്ടാവരുത്. ഓരോ തവണ തോറ്റു തരുമ്പോഴും നീ എന്റേതാണെന്ന് കരുതി. പക്ഷെ നീ കളിച്ചൊരു കളിയുണ്ടല്ലോ, അതിലെനിക്ക് തോൽക്കാൻ മനസ്സില്ലടാ, മനസ്സില്ല. അശ്വമാടിന്നവൾ അതിരുകൾ അറിയാത്ത സ്നേഹമാണ്. അശ്വമാടിന്നവൾ അതിരുകൾ അറിയാത്ത സ്നേഹമാണ്. അരുതെന്നവൾ കടാക്ഷം കൊണ്ടു ചൊല്ലിയാൽ എരിയാത്തതായേതോ പുരമുണ്ടു ധരണിയിൽ. അശ്വമാടിന്നവൾ അതിരുകൾ അറിയാത്ത സ്നേഹമാണ്. സൂര്യകിരണമായി നന്മകൾ വന്നു നിൻ കവിളിൽ തലോടുന്ന കാലമുണ്ട്. സൂര്യകിരണമായി നന്മകൾ വന്നു നിൻ കവിളിൽ തലോടുന്ന കാലമുണ്ട്. പ്രിയപ്പെട്ട സൂര്യകാന്തി, ഉണരൂ പ്രിയ